could spread your love? What if your sweetness could reach everyone? There'd be no wars. Maybe the birds will sing about your heart. Maybe the trees will whisper the word. Maybe the sun will spread your joy to the ones who lost their hope. Fill my head with roses. I can't help but dream away, standing on a field with you and flowers everywhere. Hi friends, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്നലെ സിനിമയൊക്കെ പോയി കണ്ടുവന്നു. നല്ല സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അവസാന ഭാഗമൊക്കെ എത്തിപ്പിക്കും കരച്ചിലായിരുന്നു. എല്ലാവരും പുറത്തു കടന്നെപ്പിക്കും, കണ്ണുകളൊക്കെ കരഞ്ഞ് നിറഞ്ഞിരിക്കുകയായിരുന്നു എല്ലാവരുടെയും. നല്ല സിനിമയായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോയി കാണാം. അങ്ങനെ പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആണ്, ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്കൊക്കെ പോയി വന്നു. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്വെറ്റർ ഒന്ന് മാറ്റിയിട്ടുന്നു മാത്രം. കാരണം ഇത്തിരിയൊക്കെ കിച്ചൺ പണികളുണ്ട്, ഒത്തിരി ജോലികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോവാം. കിച്ചണിൽ ഞങ്ങളിന്ന് പള്ളിയിൽ പോയി വന്നപ്പോൾ തന്നെ ബ്രെഡും ഓംലേറ്റുമാണ് കഴിച്ചത്. ഇന്നലെ ഞാൻ സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് തന്നെ രാവിലെ തന്നെ അരിയൊക്കെ കുതിർത്തിയായിരുന്നു കേട്ടോ, കുതിരാനായിട്ട് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന് ജസ്റ്റ് ഒന്ന് അരച്ച് വെച്ചേക്ക്, ഞാൻ വന്നിട്ട് മിക്സ് ചെയ്തോളാം. അപ്പോൾ അങ്ങനെ ചേട്ടൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ രാത്രി അത് മിക്സ് ചെയ്ത് വെച്ച് അപ്പത്തിനുള്ളതൊക്കെ മാവൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ മാവ് കാണിച്ചുതരാം, കണ്ടോ? നല്ല പാകത്തിന് പൊളിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് ഒരു കുറച്ച് മാവ് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ അപ്പം ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം അങ്ങനെ ഞാൻ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് വരും. കണ്ടോ, നല്ല സോപ്പ് പത പോലെ ഇങ്ങനെ പതഞ്ഞ് പൊന്തിയിരിക്കുന്ന കണ്ടോ, ഈ രീതിയിൽ പതഞ്ഞ് നല്ല പതയായിട്ടിരിക്കുന്നതുണ്ടോ, സോപ്പ് പത പോലെ തന്നെ. അപ്പം ഇത് നമുക്കൊരു കുറച്ച് ഒരു 2 തവിയൊക്കെ മതി, ഇങ്ങനെ 2 കയ്യിൽ നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പം അപ്പം ഉണ്ടാക്കുന്നില്ല, അപ്പത്തിന് മുൻപ് എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം അപ്പത്തിൻ്റെ മാവിനെ ഒന്ന് അങ്ങനെ നീക്കി വയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. പിന്നെ എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് എടുക്കട്ടെ. ഒത്തിരി വെള്ളം വേണ്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ കിച്ചണിലൊക്കെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷമമാണ്. എപ്പോഴെപ്പോഴും ഇങ്ങനെ തുറച്ചിട്ടുകൊണ്ടിരിക്കണം. പിന്നെ ഞാനിവിടെ കുടിക്കാനുള്ള വെള്ളം ഇപ്പോഴും തണുപ്പ് തന്നെയാണ്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ദാ ഇവിടെ തിളപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഫ്ലാസ്കിലേക്ക് ഒന്ന് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലാസ്ക് ഇവിടെ റെഡി. ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അനിയത്തി സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഫ്ലാസ്ക്കാണ്, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു കുഴപ്പം ഇന്ന് വരെ വന്നിട്ട്. നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കാം. നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, സൈഡുകളിലൊക്കെ വല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയിക്കോട്ടെ എന്ന് വെച്ച് ചരിച്ച് പിടിക്കുന്നത് തിരികെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലാസ്ക് ഇവിടെ റെഡി. ഫ്ലാസ്ക് വയ്ക്കുന്ന സ്ഥലം കേട്ടോ, ഇവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള ഈ വലിയ പാൻ നോൺ സ്റ്റിക്കിൻ്റെ അതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമേ ആകുമ്പോൾ വേഗത്തിലൊരു 4-5 ഒക്കെ ഉണ്ടാക്കാം, നമ്മൾ കോഴി കഴിക്കുന്ന മാവിനനുസരിച്ച്. പിന്നെ ഇന്നലെ ഞങ്ങൾ സിനിമയ്ക്ക് പോയപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ചോറ് ചേട്ടനോട് വെച്ചോളാം പറഞ്ഞു, ചേട്ടൻ വെച്ചു. പിന്നെ കറി ചേട്ടൻ പുറത്തുനിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് വാങ്ങിച്ച കറി. അപ്പോൾ കറി കാണിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇന്നത്തേക്ക് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ട. കറി നമ്മുടെ ബട്ടർ ചിക്കൻ, ബട്ടർ ചിക്കൻ ഇത് വാങ്ങിച്ചതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പോൾ സിനിമ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആർക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി തീറ്റ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു അവിടെ. എന്താ പറയുക, പോപ്കോൺ, പിന്നെ കോൾഡ് ഡ്രിങ്ക്സ്, പിന്നെ പിസ്സ,
പിന്നെന്താണ് ബർഗർ അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചു. ആ പോപ്കോൺ തന്നെ കഴിക്കുമ്പോഴേക്കും പിന്നെ വയറ് ഫുള്ളായി. ഒരു വലിയൊരു കപ്പിലുള്ള ഒരു തരണ ബക്കറ്റ് പോലത്തെ ഒരു കപ്പിലാണ് തരണത്. അത് കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ വയറ് ഫുള്ളായി. ഇവിടെ വന്നപ്പോൾ പിന്നെ വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ മാത്രമേ ഫുഡ് കഴിച്ചുള്ളൂ. അപ്പോൾ കറിയൊക്കെ അങ്ങനെ തന്നെ ബാക്കി. അപ്പോൾ ഇന്ന് അത് മതി. അപ്പോൾ കറിയുടെ കാര്യം എങ്ങനെയായി? ചോറാണെങ്കിലും ഇന്നലെ രാത്രി വെച്ചിട്ട് അപ്പം എൻ്റെ പണിയൊക്കെ എളുപ്പമായി എന്ന് പറഞ്ഞിട്ടോ ഞാൻ ചുരുക്കി പറയുന്നത് അതാണ്. ചോറും തേങ്ങ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ ഇരിക്കുന്നുണ്ട്. റൈസ് ഉണ്ട് ഓൾറെഡി. അപ്പം ഇതൊന്നും എനിക്ക് ഉണ്ടാക്കണ്ട. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കുന്ന നേരത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം ഇനി എന്താണ് എൻ്റെ അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കുറേ നോട്ട് ബുക്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്കിരുന്ന് ചെക്ക് ചെയ്യണം. സ്കൂളിൽ കിട്ടുന്ന ടൈം തികയാതെ ഞാൻ കുറച്ച് ബിഗ് ഷോപ്പറിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പരീക്ഷയൊക്കെ വരാറാവുമ്പോൾ തീർന്നില്ലെങ്കിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ തീർന്നില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ചെക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യണമെന്ന് എനിക്ക് നന്നായി തണുക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ടെന്ന്. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിൽ മാർക്കറ്റിൽ പോകണം. വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മൾ ഇന്നലെ സിനിമ കാണാൻ വേണ്ടി പോയ അതേ സൂപ്പർ മാർക്കറ്റിൽ പോയാണ് ഞങ്ങൾ സാധാരണ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ പോയി വാങ്ങേണ്ടതൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വേർഡനൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒത്തിരി നാളത്തേക്ക് ഞങ്ങളങ്ങനെ വാങ്ങിച്ചു വയ്ക്കാറില്ല. എങ്ങനെയായാലും സൺഡേയിലും ഞങ്ങൾ സാധാരണ പോകാറുണ്ട് പുറത്ത്. സൺഡേ പോയി വാങ്ങേണ്ടത് പച്ചക്കറികളായാലും ഗ്രോസറിയൊക്കെ ആയാലും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ 1 വീക്കിനുള്ളതായി. കുറേ നാളത്തേക്കുള്ളത് അങ്ങനെയൊന്നും വാങ്ങിച്ചു വെക്കാറില്ല. പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ വില കുറവിനൊക്കെ കാണണമെങ്കിൽ കുറച്ച് അധികമൊക്കെ ചിലപ്പോൾ വാങ്ങിക്കും. അപ്പോൾ അത് ഞാൻ സ്റ്റോർ ചെയ്യും. അപ്പോൾ പിന്നത്തെ ആഴ്ചയിൽ ആ ഒരു ഐറ്റം കുറച്ച് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ വില കൂടുന്ന സമയത്ത് ഐറ്റം വാങ്ങിക്കാതിരിക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപൊരുക്കി ഇട്ടിട്ടുണ്ട്. വീണ്ടും ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും സമയം കിട്ടുന്ന പോലെ ആ വീഡിയോ ഇടാം. പിന്നെ ഇനിയിപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അത് ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഫ്ലാസ്ക് ഇരിപ്പുണ്ട്. തണുപ്പ് കാലത്ത് ഞങ്ങൾ ഇങ്ങനത്തെ ഫ്ലാസ്കിലാണ് കുടിക്കാൻ വെള്ളം കൊണ്ടുപോകുന്നത് സ്കൂളിൽ. അപ്പോൾ ഈ ഫ്ലാസ്കിലേക്കും കൂടെ ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഇത് എൻ്റെ ഫ്ലാസ്ക്. ഇനിയും കുറച്ചും കൂടെ വെള്ളം ബാക്കിയുണ്ട്. അത് ചേട്ടൻ്റെ ഫ്ലാസ്കിലും കൂടെ ഒഴിക്കാം. 5 മിനിറ്റ് വീഡിയോ എടുക്കുന്ന 5 ഞാൻ ഫ്ലാസ്ക് എടുത്തു തന്നു. ഇതാണ് ചേട്ടൻ്റെ ഫ്ലാസ്ക്. ഇവിടെ വെള്ളം കഴിഞ്ഞു. 3 ഫ്ലാസ്കുകളിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെ എടുക്കാം. പിന്നെ ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് കുടിക്കാൻ നമുക്ക് മിക്സാക്കി ആ നേരത്ത് എടുത്ത് കുടിക്കാം. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഒരുവിധം തീർന്നു. ഇനി അപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ആദ്യം പോയി എൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ച് തീർക്കട്ടെ. അത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കണം. ലൈറ്റ് കിടത്തിയിട്ട് പോകാം. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ഷോപ്പർ നിറച്ച് നോട്ട് ബുക്സ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ രാവിലെ ഇരുന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അതേ ഒരു 2-3 രാവിലെ ചെയ്തു. ഇനി ചെയ്യാനുള്ളത് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. പേനൊക്കെ ഇതിനകത്ത് വെച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കണ്ണട എവിടെ വെച്ചിട്ടുണ്ട്. ചെക്കിങ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിഗ് ഷോപ്പറിൽ ഇങ്ങനെ ഈ രീതിയിൽ ഫുൾ നോട്ട് ബുക്സ് ആട്ടോ കുട്ടികളുടെ. അത് കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റർ ഓൺ ആക്കിയിട്ടോട്ടിരിക്കാം. അപ്പോൾ ചെറിയ ചൂടും കിട്ടും. ഇവിടെ നിന്ന് എൻ്റെ ചെക്കിങ്ങും ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് നോട്ട് ബുക്സൊക്കെ ചെക്ക് ചെയ്ത് ബോറടിക്കുമ്പോൾ അപ്പം കിച്ചണിലേക്ക് എനിക്ക് പോയി ഉച്ചക്കാലത്ത് അപ്പം ഉണ്ടാക്കണം. സമയം ഒരു 12:30 കഴിയുമ്പോൾ എനിക്ക് പോയാൽ മതി എനിക്ക്. കാരണം കറി ഇരിപ്പുണ്ട്. പിന്നെ ഒന്ന് തോരനൊന്നും വേണ്ട. അപ്പവും ചോറും ആയതുകൊണ്ട് പിന്നെ തോരനൊന്നും വേണ്ടാന്നാണ് ഓർഡർ. അപ്പോൾ അഞ്ചൂര് തോരനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഓർത്തൊന്ന് ഇന്ന് ഒഴിവാക്കാമെന്ന്. ഇനി ഇത് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈവനിങ്ങിൽ പോകാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് ഇത് ചെക്കിങ് ആരംഭിക്കട്ടെ.
bitter pill, but it'll do you right and set you free. നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ റൈസും കൂടി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. എയർ ഫ്രയറിൽ ചൂടാക്കണമെങ്കിൽ എളുപ്പം ജോലി കഴിയും. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം, അത്രയ്ക്ക് നേരമൊന്നും വേണ്ടാനും. പിന്നെ അതിന് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് ചൂടായി കിട്ടും. നമ്മൾ ചോറ് 5 മിനിറ്റ് അടുത്തേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വീണ്ടും വെച്ച് കഴിയുമ്പോൾ ടോട്ടൽ 5 മിനിറ്റ് കൊണ്ട് ചോറ് ചൂടായിക്കോളും. അതിനകത്ത് കൊള്ളുന്ന അത്രയും ചോറ് മതി, കാരണം ഓൾറെഡി അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അപ്പവും ചോറും രണ്ടും കൂടെ ആകുമ്പോൾ ധാരാളം. നമ്മൾ അപ്പം ഉണ്ടാക്കിയിടാനായിട്ട് ഇവിടെ 2 കാസറോൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പം ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് 1 ടൈം ഒരു അടുപ്പുമ്പോൾ തന്നെ വെച്ച് നമുക്ക് 5 അപ്പം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ല എളുപ്പം. ടൈമും ലാഭം, ഗ്യാസും ലാഭം. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും നമുക്ക്. റൈസ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 2 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ആവി വറക്കുന്ന ചോറ് നമുക്കിവിടെ ചൂടാക്കി കിട്ടും. ഒരെണ്ണം ഞാൻ സെൻറ്ററിൽ വലിയത് ഉണ്ടാക്കുന്നുണ്ട്. വലിയതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരെണ്ണം മാത്രമായിട്ട്. ഒത്തിരി വലുതല്ല കേട്ടോ, ഇത് സാധാരണ അപ്പം ഉണ്ടാക്കില്ല എന്ന മാതിരി. ഞാനത് അടച്ചു വെച്ചും കൂടെ വേവിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. നല്ല സൂപ്പർ അടിപൊളി തവയാണ്. നമുക്ക് ദോശ ഉണ്ടാക്കാനും അപ്പം ഉണ്ടാക്കാനും, ചെറിയ അപ്പങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ 3-5 എണ്ണമായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഒരെണ്ണമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ദേ നമ്മുടെ എയർ ഫ്രയർ നമ്മളെ വിളിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നല്ല ഉണ്ടോ, ആവി വറക്കുന്ന ചൂടിലുള്ള ചോറ് കാണുന്നുണ്ടോ? ചോറ് റെഡി. നമുക്ക് മുകളിൽ ഓഫാക്കിയിടാം. നമുക്ക് ഈ സമയത്ത് തന്നെ കറി ചൂടാക്കാൻ വയ്ക്കാം. കറി ഞാനിവിടെ ഓൾറെഡി ചീനച്ചട്ടിയിൽ ഇതങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കറി ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ വയ്ക്കാം. ഇതായി നമ്മുടെ അപ്പത്തിനെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ മറിച്ചിടേണ്ട കാര്യമില്ല, കാരണം ഞാനിത് അടച്ചു വെച്ചാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾറെഡി കണ്ടല്ലോ നമ്മുടെ അപ്പം. നമുക്ക് കറിയൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കറിയൊക്കെ ചൂടായിട്ടുണ്ട്, കൂടെ ആയിക്കോട്ടെ. എന്നാലും അങ്ങനെ കറി റെഡിയാവുന്നു. നമ്മളങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി തീർന്നു. നമ്മുടെ 2 കാസറോളും നിറച്ചപ്പം. നമ്മുടെ തവയമയുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി അപ്പം. അപ്പോൾ നമ്മൾ തേങ്ങ മാത്രം വെച്ചുണ്ടാക്കിയിരിക്കുന്ന അപ്പമാണ്. തേങ്ങ അരി, തേങ്ങ അത്രയ്ക്കൊക്കെ മാത്രം. പിന്നെ നമ്മൾ മാവ് എടുത്ത് വെക്കുന്നുണ്ട് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. നല്ല പേപ്പർ പോലെ ഇരിക്കുന്ന അപ്പം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അപ്പത്തിനെ പറ്റിയൊന്നും പറഞ്ഞില്ല, അപ്പം ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചോളൂ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്
ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. നമ്മൾ മാവ് മൊത്തെടുത്തുണ്ടാക്കി ഞാൻ പാത്രം കഴുകാനായിട്ടൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ പോവാം. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങാം, റെസ്റ്റ് ചെയ്യാൻ, സൺഡേ അല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അതിന് ശേഷം ഒരു ഈവനിങ്ങിലാണ് ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോണത്. ഈവനിങ്ങിലാവുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടുന്ന സമയമാണ് കേട്ടോ. നമ്മൾ രാവിലെ പോകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടില്ല. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ട് നിറക്കുന്ന ഒരു ഈവനിങ് ടൈമിലാണ്. ആ സമയത്ത് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും. അപ്പോൾ അതും വാങ്ങിക്കാം. പിന്നെ കിച്ചണിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ആയിട്ട് പോകണേ. ഇന്ന് അഞ്ചിനെ കൊണ്ടുപോകണില്ല, 5 വന്നിട്ടില്ല. 5 വീട്ടിലാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങി. അപ്പോൾ എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ളത് വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലേക്ക് കേട്ടോ ആദ്യം പോകുന്നത്. വെണ്ടക്കായ 100 രൂപ കിലോ, തക്കാളി 40 രൂപ കിലോ, കായ 50 രൂപ കിലോ, ബീറ്റ്റൂട്ട് 50 രൂപ കിലോ. മുറിച്ച് വേണം. അപ്പം അങ്ങനെ ഞങ്ങൾ വെജിറ്റബിൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ കുതിരവണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കല്യാണ സീസണും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് വഴിയിൽ ഇതാ വൈകുന്നേരം നേരത്തൊക്കെ അങ്ങനെ കാണാം കുതിരവണ്ടിയുമൊക്കെ മണവാളിനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഇതാ കുതിരവണ്ടി ഇതാ വരുന്നത് കണ്ടു കേട്ടോ. ഞങ്ങൾ 2-3 കുതിരവണ്ടികൾ ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ സ്ഥിരം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ സൺഡേയിൽ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ജോലി തിരക്ക് കൊണ്ടും പിന്നെ ക്ഷീണം കൊണ്ടും പിന്നെ ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടും ഒക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ വൈകുന്നത്. എന്നാലും നിങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിലെത്തി. ഞാനിപ്പോൾ ആദ്യം തന്നെ അഞ്ജുവിന് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം. അഞ്ജു ചില ബിസ്ക്കറ്റുകളുടെയൊക്കെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അഞ്ജുവിൻ്റെ ബ്രാൻഡുകൾ ഓരോന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുൻപത്തെ സൺഡേയിലും ഞാനെടുത്ത വീഡിയോ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല, കാരണം എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലത്തെ ആദ്യം തന്നെ ഇടാം, അത് കഴിഞ്ഞിട്ട് പിന്നെ മുൻപത്തെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്, 3-4 വീഡിയോസ് കിടപ്പുണ്ട്. അത് ടൈം കിട്ടുന്ന പോലെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ട സ്നാക്സ് ഐറ്റംസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ്, പിന്നെ മസാല ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ബ്രഷ് പേസ്റ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം നമുക്ക് വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകണം. ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ തീർത്ത്. അപ്പോൾ ബിൽ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം അവിടെ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിൽ നമ്മുടെ ഗാർമെന്റ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയുള്ള സൈഡിൽ അവിടെ ഒരു ഡമ്മിയും അങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആണെന്ന് എഴുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.